Blue eyes, blue skies, blue seas. എന്താടി, എന്തിനാടി എന്നെ ഇങ്ങനെ നോക്കുന്നേ? കടിച്ച് തിന്നുന്നത് പോലെയാണല്ലോ നോട്ടം. എന്താ അത്രയ്ക്കെന്നെ ഇഷ്ടമാണോ? ഉള്ളതാണെങ്കിൽ പറഞ്ഞോ. സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയില്ല. നിന്റെ തള്ളക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ എന്തായാലും ഞാനേ കെട്ടു. അതാരെ കൊണ്ട് തടുക്കാൻ കഴിയില്ല. എന്താ അമ്മായി, സുഖങ്ങളൊക്കെ തന്നെ? മിണ്ടാതിരിക്കടാ, നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇവനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? പിന്നെ എന്തിനാടാ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ? എന്താ എന്റെ അമ്മായി, കാര്യങ്ങളൊന്നും അറിയില്ലേ? എന്റെ ഈ മാടപ്രാവിനെ എനിക്കങ്ങ് കെട്ടിത്തന്നേര്. പിന്നെ ഞാൻ ഈ പരിസരത്തേക്ക് വരില്ല. ഞങ്ങൾ അങ്ങ് പറന്നു പോവില്ലേ? എന്താടി, ശരിയല്ലേ? പല പ്രാവശ്യവും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നീ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യാ. ഇനി നിന്നോട് ഞാൻ പറയില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്റെ കൂമ്പിടിച്ച് കലക്കും. ഞാൻ എന്ത് തെറ്റാ സാർ ചെയ്തത്? അമ്മായിയുടെ വീട്ടിലേക്ക് മരുമ വന്നാ അങ്ങ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവോ? സാർ ചെന്നാട്ടെ, ചെന്ന് പണി വരെ നോക്ക്. നിന്നോടല്ലേ പോയേക്കാൻ സാറേ. അമ്മായിയെ വരട്ടെ, ചക്കരെ വരട്ടെടി. എന്നാണെങ്കിലും ശരി, അമ്മായിയുടെ മോളെ ഞാൻ കെട്ടു. ഇവളുടെ ഈ ജാതകം കണ്ട് ഒരു തന്നെ ഇവളെ കെട്ടാൻ വരാൻ പോകുന്നില്ല. പിന്നെ വല്ല ചന്തയ്ക്ക് കൊണ്ടുപോയി വിൽക്കേണ്ടി വരും. എന്നാ വരട്ടെ അമ്മായിയെ. ഇവനെ എന്താ ചെയ്യണ്ടേ? ചുമ്മാ വിടരുത് ഇവനെ. നീ അകത്തേക്ക് പോകുമ്പോളെ. എന്താ മൈനെ, എന്തു പറ്റി? എന്തിനാ മുഖം അങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നേ? ചേട്ടനൊന്നും നോക്കടി. ഞാൻ നിന്നോട് ഒരേ ഒരു കാര്യമല്ലേ ചോദിച്ചുള്ളൂ. കൈ കയറി നിൽക്കാം, എന്നെ പൊക്കെന്ന്. അതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ എന്നെ വെച്ച് സംരക്ഷിക്കും? അത് അന്ന് ഞാൻ ഒന്നും കഴിക്കാതല്ലേ വന്നത്, അതുകൊണ്ടാ. വേണമെങ്കിൽ ഇന്ന് കയറി നിൽക്ക്, പൊക്കാം. അതൊന്നും വേണ്ട, എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്. എന്റെ അമ്മോ, തലേക്കാരി നിൽക്കോ? എന്തുവാ? സിനിമയിലെ ലവ് ചെയ്യുന്നവരൊക്കെ ഡുവേറ്റ് പാടാറില്ലേ? അതുപോലെ നമുക്കും ഡുവേറ്റ് പാടി ഡാൻസ് കളിക്കാം. അത്രയല്ലേ ഉള്ളൂ. പക്ഷേ പാട്ട് ഞാൻ മാത്രമേ പാടൂ. എന്ത് പാട്ടാ? സുന്ദരി നീയും. കമലയുടെ ആസനം പോലെ മോന്തയും വെച്ചോണ്ട് നിനക്ക് കമലഹാസന്റെ പാട്ട് വേണോല്ലേ? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാ എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു സ്ഥിതി? അദ്ദേഹം മരിച്ചപ്പോഴേ ഞാനും പോയിരുന്നെങ്കിൽ എനിക്കിതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ റൗഡി ചെറുക്കന്റെ കൂടെ എന്റെ മോളെ കെട്ടിച്ചയക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പെങ്ങടെ മോനാ, അതുകൊണ്ടാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. അവളുടെ ജാതകത്തിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര അവമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ജാതകം എടുത്ത് ചവിട്ടുകൊട്ടയിലിട്. അത് കാണുന്നത് തന്നെ പാവാ. ഗായത്രിയുടെ പ്രായത്തിൽ എനിക്കൊരു മോനുണ്ടായിരുന്നേ, അവനോട് താലി കെട്ടാൻ പറഞ്ഞേനെ ഞാൻ. അതിനല്ലേ അച്ഛാ ഞാനിവിടെ ഉള്ളത്. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ കെട്ടാ അവളെ. നിങ്ങൾ വിഷമിക്കണ്ടേ, നമ്മുടെ ഗായത്രിക്ക് നല്ലൊരു പയ്യനെ കിട്ടും. നിങ്ങൾ ധൈര്യമായിരിക്കും, എല്ലാം നടക്കും.
എന്താടാ എങ്ങോട്ടേക്കാ? എന്തോ പെണ്ണ് കാണാൻ പോവാ. നിനക്ക് എപ്പോ നോക്കിയാലും തമാശയാ. ഇവന്റെ ഒരു കാര്യം. ഒന്ന് നിന്നേ, എന്താ ഇത്ര സന്തോഷം? അത് പിന്നെ ഗായത്രി അല്ലേ? എന്താ എന്നോട് പറയില്ലേ? അകത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക, ചെന്ന് നോക്ക്. ഞാൻ നെല്ലെടുത്തോണ്ട് വന്നേക്കാം. ആ അവൾ ഉറങ്ങി എണീറ്റ് ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ നെല്ലെടുക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞാ മതി. ആ ശരി. നീ എന്ത് ചെയ്യുവാ മകേഷ് ഇവിടെ? അല്ല ആദ്യം പുറത്തേക്ക് പോ. എന്താ നോക്കുന്നത്? ആദ്യം പുറത്തേക്ക് പോ.